ഹായ് നമസ്കാരം. നമ്മുടെ മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു നാരടങ്ങിയൊരു പിന്നെ കറിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നാരടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരിങ്ങയിലയും വൻപയറും കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം വളരെ പോഷക ഗുണമുള്ള ഒരു ആഹാരമാണ്. അപ്പോൾ അത് നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപയറും. ഞാനൊരു 250 ഗ്രാം ചെറുപയറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. വെള്ളം ഒഴിച്ചൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് അതിന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ല വൻപയർ, ചെറുപയറല്ല വൻപയർ. അപ്പം നമ്മുടെ വൻപയർ നമ്മൾ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ച പയർ, നല്ല സുന്ദരമായ പയറാണിത്. പയർ വെന്ത് വരുമ്പോൾ മുട്ടൻ പയറായത്. അപ്പം നമ്മുടെ പയർ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില ഊരിയെടുക്കാം. നമ്മൾ മുരിങ്ങയില ഒന്ന് തണ്ടടത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ കണ്ട ചെറിയ തണ്ടുകളെ ഉള്ളൂ. ഈ തണ്ടുകളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പം നല്ലതുപോലെ ഒന്ന് ഊരിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പയർ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ കുതിർന്നത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് സ്റ്റൗ കത്തിച്ച് വെക്കാം. അതിൽ വെന്തോന്ന് നോക്കാം. നമുക്ക് പയർ നല്ലതുപോലെ വെന്ത്. പിന്നെ പയറൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്കിനി തോരൻ വയ്ക്കാനുള്ള ചട്ടി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ചെറിയ ഉള്ളി, ഒരു 10-20 ഉള്ളി ഉണ്ടത്. അതുപോലെ തന്നെ നമുക്കൊരു 6-7 കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. അപ്പം അതുവരെ അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മളിന്ന് മൺചട്ടിയിലാണ് തോരൻ വയ്ക്കുന്നത്. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്, ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതിന് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. ഒന്ന് പയർ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി അടർത്തി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഒന്ന് ഇളക്കിയെടുക്കാം.
മുരിങ്ങയില കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ ഇളക്കിയിട്ട് കൊടുത്താൽ. പയറും ഇലയും ഒരേപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വീണ്ടും വെക്കാം. അപ്പം നമ്മളിതിൽ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ ചേർക്കാതുള്ള തോരന. ഇനി നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇപ്പോഴേ നമുക്കത് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കട്ടെ. നല്ലതുപോലെ വെന്ത്, ഇലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. സൂപ്പർ.